ചിക്കൻ മധുഹൂദിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ നമ്മളൊരു 1 കിലോയുടെ ചിക്കനാണ്. നമുക്ക് വലിയ പീസായിട്ട് ഇത് കട്ട് ചെയ്യണം. പച്ചമുളക്, ക്യാപ്സിക്കം, അതുപോലെ തന്നെ തക്കാളി. ഇത് നമ്മൾ അറബിക് മസാലയാണ്, ഇതിനായിട്ടുള്ള സ്പെഷ്യൽ മസാലയാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, ഇത് മാജിക് ക്യൂബ്, ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് ആണ്. ഇതെന്തായാലും വേണം നിർബന്ധമായിട്ടും. അതുപോലെ സ്പൈസസ്, അതുപോലെ നമ്മൾ ഉള്ളി, ഒരു 4 ഉള്ളി അരിഞ്ഞപ്പൊടി ഇങ്ങനെ നൈസായിട്ട് അരിഞ്ഞത്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള അരി. ഇഞ്ചി വെളുത്തുള്ളിയാണ് ഇടാൻ പോകുന്നത്. ചതച്ച ഇഞ്ചി വെളുത്തുള്ളിയിട്ട് നന്നായിട്ട് നിറയ്ക്കുക. നമുക്ക് തക്കാളി ഇടാം. തക്കാളി കട്ട് ചെയ്ത് തക്കാളി, തക്കാളിയും ഉള്ളിയും ഇതെല്ലാം നന്നായി വഴഞ്ഞു വരുമ്പോൾ നമുക്ക് ഈ മാഗി ക്യൂബ് ഇടണം. ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്സ്. അപ്പോൾ അതൊന്ന് അരിഞ്ഞ് ചെയ്യുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് മസാല ഇടാം. അറബിക് മസാല സ്പെഷ്യൽ ഇതിൻ്റെ മസാലയാണ്. നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും. ഈ ഒരു മധുഹൂദിൻ്റെ ഒരു സ്പെഷ്യലാണ് ഈ ക്യാപ്സിക്കം. നമ്മൾ സാധാരണ നമ്മുടെ ഇവിടെ ബിരിയാണി ഉണ്ടാക്കുമ്പോഴൊന്നും ഈ ഒരു സാധനം ഇടില്ല. ഇതൊരു യമൻ അറബിക് ഫുഡാണ് മധുഹൂദ്. വളരെ പഴക്കം ചെന്നൊരു ഫുഡ്, ഒരു റെസിപ്പിയാണ്.
പക്ഷേ ഇപ്പോൾ ഇതാണിപ്പോൾ ഒരു ഫേമസ് ആയി നിൽക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഏകദേശം റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഇതൊരു സാധനം വരാൻ തുടങ്ങി. നമ്മുടെ മന്തി മാറി ഇപ്പോൾ മധുഹൂതാണ് കൂടുതലും ആൾക്കാർ പ്രിഫർ ചെയ്യണത്. അടുത്ത് നമുക്ക് ഇനി ഇതിൽ ഉപ്പാണ് ചേർക്കേണ്ടത്. പാകത്തിന് ഉപ്പിടുക. മാഗി ക്യൂബ് നമ്മൾ ചേർത്തിട്ടുണ്ട്. മാഗി ക്യൂബിൽ ഓൾറെഡി ശകലം ഉപ്പിൻ്റെ ഇതുണ്ടാവും. നോക്കി ഇടുക. നമ്മുടെ മസാലയൊക്കെ നന്നായി കുഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിൽ ചിക്കൻ ചേർക്കാം. ചിക്കനിട്ടിട്ട് നല്ലോണം മസാലയും ചിക്കനൊന്നും പിടിക്കുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. വലിയ പീസായതുകൊണ്ട് ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ചിക്കനും മസാലയായിട്ട് നന്നായിട്ടൊന്ന് ഇളകിയിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് നമുക്ക് ടൊമാറ്റോ പ്യൂരി ഇതിൽ ഇടാം. ടൊമാറ്റോ പേസ്റ്റ് ഒഴിക്കാൻ പോകണം. മസാലയൊക്കെ ആയിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ഒരു 4 മുളക് ഇടുക. നല്ല കുറച്ചൊന്ന് എരിവിന് വേണ്ടിയിട്ട് കേട്ടോ. രണ്ട് കപ്പ് റൈസാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ഒരു 3.5 കപ്പ് വെള്ളം അതുപോലെ അളന്നൊഴിക്കുക. എല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് അരി ഇടാം. ബസ്മതി റൈസ് ഇടാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്കിത് അരിയൊക്കെ ഇട്ട് കറക്റ്റ് ലെവലായിട്ടുണ്ട് അരിയിട്ടത്. നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി വിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഇളക്കി മൂടി വയ്ക്കാം. തിള വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഇതിനെ മൂടി വയ്ക്കാം. ഒരൊറ്റ വിസിൽ മതി കേട്ടോ. അതിൽ ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന സാധനങ്ങളായി മാറി. അത്ര വലിയ ഇതൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറെടുക്കാം. ഇത് നമുക്ക് ഒരൊറ്റ വിസിൽ വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതോടുകൂടി ഇതിൻ്റെ പരിപാടി ഫിനിഷാവും. നമ്മുടെ മധുഹൂദ് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അടിപൊളിയായിട്ട് നന്നായി വന്നിട്ട് റൈസൊക്കെ നന്നായി വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായി വന്നിട്ടുണ്ട്. നമുക്കിതിനെ പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ റൈസ് ഇവിടെ എല്ലാം ക്ലിയറായി നല്ല വെന്തിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് മധുഹൂദ് ആവുന്നതും ചൂടോടുകൂടി ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.